ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേറൊന്നല്ല, ഇന്ന് ഫ്രോക്ക് നൈറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടാമോ എന്ന്. അപ്പോൾ തിരക്ക് കാരണമാണ് ഇടാൻ വൈകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിലോട്ട് തയ്ച്ചു കൊടുക്കുന്ന സെയിം അളവിലാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ടിങ് സെയിം അളവാണ്, സ്റ്റിച്ചിങ് നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തിരക്കായതുകൊണ്ട് സ്പീഡിൽ തയ്ച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഷോപ്പിലോട്ട് തയ്ച്ചു കൊടുക്കുന്ന ഫ്രീ സൈസ് എന്നും പറഞ്ഞ് ഞാൻ തയ്ച്ചു കൊടുക്കുന്ന കറക്റ്റ് സൈസാട്ടോ ഇത്. 38 ചെസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഒരു 40 വരെയുള്ളവർക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഷോപ്പിലോട്ട് ഈ സെയിം അളവിലാണ് ഇതുവരെ കൊടുത്തിട്ടുള്ള ഫ്രീ സൈസ് നമ്മൾ ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് ഈ സെയിം അളവിലാണ്. അപ്പോൾ ആദ്യം ഇതൊരു പഴയതല്ല, ഒരു വില കുറഞ്ഞൊരു നെറ്റി മെറ്റീരിയലാണ്. 120 രൂപ എന്താ ആയുള്ളൂ 290 മീറ്ററിന്. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു കസിന് വേണ്ടി തയ്ച്ചാണ്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഇടാൻ വേണ്ടി ഞാൻ തയ്ച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് തയ്ക്കണതാട്ടോ ഈ ഫ്രോക്ക് നൈറ്റി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്ന നൈറ്റി ബിറ്റ് നമ്മൾ വിടർത്തിയിട്ട് ഇതുപോലെ നീളത്തിൽ മടക്കുക, എന്നിട്ട് 2ആയിട്ട് വട്ടം മടക്കുക. അത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് നമ്മുടെ സൈഡിലോട്ട് ആ മടക്ക് വശം 2 മടക്ക് വശം വരില്ല, അത് നമ്മുടെ സൈഡിലോട്ട് ഇട്ടിട്ട് നമുക്ക് അളവെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പേപ്പറിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് എങ്ങനെ ഏത് ആംഗിളിലൊക്കെ വെക്കണമെന്ന് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേപ്പറിൽ ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് മടക്കിയിട്ട് എല്ലാ വശവും നല്ല ഒരേപോലെയാണോ കിടക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഇട്ടേക്കണം. അപ്പോൾ ഈ 2 സൈഡും നമ്മുടെ മടക്ക് വശം 2 വശവും നമ്മൾ നിൽക്കുന്ന സൈഡിലോട്ട് വരണം. അവിടെ നിന്നാണ് നമ്മൾ അളവുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് വെക്കുക. നമ്മൾ ആദ്യം എടുക്കുന്നത് ഷോൾഡറാണ്. നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ എടുത്തു കഴിഞ്ഞിട്ട് ആം ഹോളും ഒരു 7 തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വളഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഒരു ചതുരം പോലെ നമ്മൾ എല്ലാ വശത്തോട്ടും 7 ഇഞ്ച് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ 7 അടയാളപ്പെടുത്തിയിട്ട് ചെസ്റ്റ് ഇങ്ങനെ വരക്കാൻ വേണ്ടി ഒരു നീളത്തിലൊരു വരക്കുന്നുണ്ട്. സ്കെയിൽ കൊണ്ടും വരക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചതുരമാക്കി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റാണോ നോക്കാം. അപ്പോൾ 7 ഇഞ്ച് ഉണ്ട്, ആം ഹോളും 7 ഉണ്ട്. അതിനെ പകുതി എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒരു ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. സ്കെയിലില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് നീളത്തിൽ അങ്ങോട്ട് വരച്ചാൽ മതി. നീളത്തിലല്ല, ഇതുപോലെ ഒരു ആകൃതിയിൽ അങ്ങോട്ട് വരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് കുഴിച്ച് നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും കൂടിയാണ് വരച്ചേക്കുന്നത്. ഇനി ചെസ്റ്റ് എടുക്കണം. ചെസ്റ്റ് 9 അരയാണ് എടുക്കുന്നത്. 9 അര 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ 14 എടുക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് 14 അടയാളപ്പെടുത്തുക. അപ്പം നീളത്തിലൊരു വര കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റി ഒരു 14 എടുക്കുക. ഇല്ലെങ്കിൽ വരക്കുമ്പോൾ വളഞ്ഞൊക്കെ പോവും. ഇത്ര എടുത്തു കഴിഞ്ഞിട്ട് താഴത്തോട്ടൊരു 19 എടുക്കുക. ഇതുപോലെ അപ്പുറത്തോട്ട് നീട്ടി ഒരു 19 കൂടി എടുക്കുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. 19 എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നീളത്തിൽ വരക്കുക. എന്നിട്ട് ഇതിലാണ് നമ്മൾ ഷേപ്പൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. നീളത്തിൽ ഞാൻ ഇങ്ങനെ വരക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു, സ്പീഡിലിട്ട് കാണട്ട. അപ്പോൾ നമ്മൾ 14 എടുത്തിരിക്കുന്നത്. ഇവിടെ 19 താഴോട്ട് 14 19
മേളിൽ താഴത്തോട്ട് 7, ചെസ്റ്റിൻ്റെ അവിടം വരെ ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണ്, 7 എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയില്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ലോവിലാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ 9.5 + 1.5 ചെസ്റ്റ്. ഇവിടെ നമ്മൾ 9 + 1.5 ഷേപ്പിൻ്റെ അവിടെ കേട്ടോ. ഇവിടെ നമ്മൾ എടുക്കുന്നത് 10, 1.5 കിട്ടിയില്ലേ? 3 അളവും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒമ്പതര 9, 10, 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഷേപ്പായിട്ട് ഇങ്ങനെ വരക്കാം. ഇത്രയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വരച്ചിട്ടാണ് നമ്മളിനി താഴത്തോട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രില്ല് വരെയുള്ള ഫുൾ ലെങ്ത്ത്, ഫ്രില്ല് ജോയിൻ്റ് ചെയ്യുന്ന വരെയുള്ള ലെങ്ത്ത് 40.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് ഒരു 40.5 എടുക്കുക. ഷോൾഡർ തൊട്ട് താഴെ വരെ 40.5 എടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് നേരെ ഒരു വര വരക്കുക. നേരെ വരച്ചിട്ടാണ് നമ്മൾ ഫ്രില്ലിനുള്ളത് എടുക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 40.5 എടുത്തിട്ട് ബാക്കി വരുന്നത് നമ്മൾ കറക്റ്റ് 2ആയിട്ട് മടക്കുക. അപ്പോൾ താഴെയൊക്കെ കറക്റ്റാണോ ലെവലാണെന്നൊക്കെ നോക്കുക. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടിക്കളയുക. എന്നിട്ട് നമ്മൾ ബാക്കി വന്ന ഭാഗമില്ലേ, അത് 2ആയിട്ട് മടക്കിയിട്ട് 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 പീസ് കിട്ടും. ഇത് 4ഉം കൂടി ജോയിൻ്റ് ചെയ്താലാണ് നമുക്ക് താഴത്ത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഫ്രില്ലടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വള്ളിയൊക്കെ വേണമെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വള്ളി വെക്കാറില്ല, പറയുന്നവർക്ക് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വള്ളിക്ക് വേണ്ടി എടുത്തിട്ടില്ല, ഫുള്ളും ഫ്രില്ലിന് വേണ്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ താഴെയുള്ള ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ചരിച്ചൊന്ന് വെട്ടണം. ഒരു ഇഞ്ച് മേളിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് വെട്ടണം. എന്നിട്ട് നമുക്ക് ഈ ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് കൂട്ടി വരക്കാം. ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. താഴത്തതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ട് ഇനി നമുക്ക് സ്ലീവാണ് വരക്കാനുള്ളത്. അപ്പോൾ സ്ലീവ് ഞാൻ ചെറിയൊരു പഫായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മേളിൽ ഒരു 7 എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഇറക്കം ഞാനൊരു 7 എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ 7ൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 3 എടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 7ആണ്. താഴത്തോട്ട് ഒരു 3 എടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് ഒരു 3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ താഴത്തോട്ട് അടയാളപ്പെടുത്തിയേക്കണ 3ൻ്റെ അവിടെ നിന്ന് നേരെ ഒരു വര വരക്കാം. ഒരു 9, 10 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരക്കാം. വരക്കണമെന്നില്ല, നമുക്കവിടെ ഒരു അടയാളം കിട്ടിയാൽ മതി. ആ വര ശരിക്കും വേണമെന്നില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഈ 3ൻ്റെ അവിടെ വരെ നേരെ വരച്ചിട്ട് ഇങ്ങനെ ചരിച്ച് നമുക്ക് ഈ 10ലോട്ട് കൊണ്ടെത്തിക്കാം. ഇങ്ങനെ ഒരു ഷേപ്പിൽ വരക്കാം. ആ വര ശരിക്കും അതിൻ്റെ ആവശ്യമില്ല 10ന്, ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടാണ്. 10ലോട്ട് വരച്ചിട്ട് നമുക്ക് താഴത്തെ കൈയിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഫായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു 9.5 എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഒരു 9 മതി. 9 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൂട്ടി വരക്കുക. ആ 10ൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ താഴത്തോട്ട് വരക്കുക. ശരിക്കും പഫൊന്നും വേണ്ടാത്തവർക്ക് ഒരു 6 or 7 എടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് അത് കൂട്ടി ഇങ്ങനെ വരച്ചാൽ മതി. അപ്പം പഫ് വേണ്ടാത്തവർ ഇതുപോലെ ഒരു അളവെടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്താൽ മതി. ഞാൻ പഫുള്ളത് കൊണ്ടാണ് 10 എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് നെക്കാണ്. അപ്പോൾ സ്ലീവൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി നെക്ക് എടുക്കാം. നെക്കിൻ്റെ വീതി എന്ന് പറയണത് 3 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടി നമ്മൾ ഒരുമിച്ച് വരക്കണേ കേട്ടോ. അപ്പോൾ വീതി 3 എടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് താഴോട്ട് ഫ്രണ്ട് നെക്ക് ഞാനൊരു 5 എടുക്കുന്നുണ്ട്. അപ്പം 5 അടയാളപ്പെടുത്തി നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് 5, കാരണം കറക്റ്റായിട്ട് നീളത്തിൽ വരക്കാൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ വരയൊക്കെ വളഞ്ഞൊക്കെ പോവും. നമുക്കൊരു സ്കെയിൽ കൊണ്ട് അതൊരു ചതുരമാക്കി എടുക്കാം, ഒരു സ്ക്വയറാക്കി ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ബാക്കും കൂടി ഇവിടെ അടയാളപ്പെടുത്താം. 3 ബാക്കിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് 3 എടുത്തിട്ട് അതും ഒന്ന് സ്ക്വയറാക്കാം. നമുക്കിതുപോലെ ഒരു റൗണ്ട് നെക്കാണ്, അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ബാക്കും ഫ്രണ്ടും ഇത് ഒരുമിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടി സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ നമുക്കിങ്ങനെ ആം ഹോളിൻ്റെ അവിടെയും താഴത്തോട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ വരച്ചേക്കുന്ന ഷേപ്പിലൂടെ തന്നെ താഴത്തോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കാട്ടോ. നമുക്കപ്പോൾ നെക്ക് കറക്റ്റായിട്ട് വെട്ടാം. ആദ്യം നമുക്ക് ബാക്ക് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെട്ടാം. എന്നിട്ട് ഈ പീസ് നമ്മൾ കളയരുത് കേട്ടോ. ഈ പീസ് സൂക്ഷിച്ച് വെക്കണം. നമുക്ക് ഭയങ്കര വിലപ്പെട്ടൊരു തുണിയാണത്. അതങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടാക്കാം. ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യാം. എന്നിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇത്തിരി ചരിച്ചൊന്ന് വെട്ടിയിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ. പിന്നെ നമുക്ക് ഫ്രണ്ട് വെട്ടാം. ഫ്രണ്ടിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നമ്മളൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പാട്ടാണ് കേട്ടോ തുണി. രണ്ടും കൂടി ഒരുമിച്ച് വെട്ടരുത്. ബാക്കും മാറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ നെക്കും നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. അപ്പോൾ രണ്ടും ശ്രദ്ധിച്ച് വെട്ടണം. രണ്ടും ഒരുമിച്ച് വെട്ടരുത്. രണ്ടും നോക്കിയിട്ട് ഫ്രണ്ടും ബാക്കും മാറ്റി വെക്കുക. എന്നിട്ട് ആ ഷേപ്പിൻ്റെ അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയാണ് ഷേപ്പിൻ്റെ അവിടെ. നമ്മുടെ കഴിഞ്ഞിട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ വേറൊരു പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഇട്ടപ്പോൾ ഭയങ്കര ലെങ്ത്ത് പോലെ തോന്നി. അപ്പോൾ ഞാൻ നാളെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം. അപ്പോൾ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെയിം അളവിലാണ് ഞാൻ ഫ്രീ സൈസായിട്ട് ഷോപ്പിലോട്ട് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.